നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ലെസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുമ്പോൾ ജാക്ക് ഗ്രിലിഷ് ഗോൾ അടിച്ചിരിക്കുന്നു. കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ സാവിയോയുടെ അസിസ്റ്റിൽ നിന്നാണ് ഗോൾ പിറക്കുന്നത്. ഹാലൻഡ് ഇല്ലെങ്കിലും ഗോൾ അടിക്കാൻ ഓവർ മർമോഷ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം സിറ്റിക്കുണ്ട്. അത് അദ്ദേഹം കാത്തു. മർമോഷിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കയറി. എന്തായാലും ഗ്രീലിഷിൻ്റെ കഥ അത് കേൾക്കേണ്ടതാണ്. ജാക്ക് ഗ്രീലിഷ് 2023 ഡിസംബർ 16 ശേഷം ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ ഗോൾ അടിക്കുന്നത്. ഏതാണ്ട് 1.5 കൊല്ലത്തിന് ശേഷമുള്ള ഗോൾ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, 25 വർഷത്തെ സങ്കടക്കടൽ അദ്ദേഹം തുറന്നു വിട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞനിയൻ മരണപ്പെട്ടിട്ട് 25 വർഷമായി. അതിൻ്റെ അവൻ്റെ ചരമദിനമാണിന്ന്. 25 വർഷം. ഈ ദിവസം എല്ലായ്പ്പോഴും എൻ്റെ ഫാമിലിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ആ ദിവസം ഗോളടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു സന്തോഷം നൽകുന്നുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ഇവിടെ കളി കാണാനുണ്ടായിരുന്നു. ഈ ദിവസം എല്ലായ്പ്പോഴും ഫാമിലിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ ഗോളടിക്കാൻ പറ്റി, വിജയിക്കാൻ പറ്റി എന്നുള്ളത് ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞനിയൻ്റെ മരണം 25 വർഷം മുമ്പ്, അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഇപ്പോഴും ആ ഫാമിലി ഉള്ളത്. ആ ദിവസം വരുമ്പോൾ, ഓർമ്മ ദിനം വരുമ്പോൾ അവർക്കത് വളരെ സങ്കടകരമാണ്. അത്തരമൊരു ദിവസമാണ് ഈ ഗോൾ അടിച്ചിരിക്കുന്നത്. അദ്ദേഹം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. വളരെ വ്യക്തമാണ് അദ്ദേഹം അത് സമർപ്പിക്കുന്നത് തൻ്റെ കുഞ്ഞനിയനാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.